ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന NCERT സീരീസിലെ മറ്റൊരു പുതിയ അധ്യായം നമ്മൾ ഇന്ന് തുടങ്ങുവാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് സീരീസ്. നമ്മൾ NCERT ക്ലാസ്സുകൾ എടുത്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞതാണ്, 10th പ്രിലിംസിന്റെയും VFAയുടെയും ക്ലാസ്സുകളിൽ സ്ഥിരം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് NCERT പാഠപുസ്തകങ്ങൾ വെച്ചുള്ള ക്ലാസ്സുകൾ വേണമെന്ന്. അതാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് സീരീസ് ആണ്. അതായത് നമ്മൾ പാഠപുസ്തകത്തിൽ എന്താണോ അത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്നു. ഈ അടുത്ത PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ അടുത്തായി ചോദിച്ചിട്ടുണ്ട്. 10th പ്രിലിംസും VFA LDC എന്ന എക്സാമുകൾ തയ്യാറെടുക്കുന്നവർ എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചാപ്റ്ററാണിത്. ഇതിൽ നിന്ന് ഒരുപാട് എക്സാമുകൾക്കുള്ള ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ ഈ ക്ലാസ് സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഹൈപ്പ് ഉടനെ ഇവിടെ ചെയ്യാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ മക്കളെ? സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSC NCERT ടെക്സ്റ്റ് ബുക്ക് സീരീസ് +2 ചരിത്ര പാഠപുസ്തകം കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ. പ്രമേയം 15 കേരളം ആധുനികതയിലേക്ക്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്നാണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. ചാപ്റ്ററിന്റെ പേരെന്താണ്? കേരളം ആധുനികതയിലേക്ക്. പഠിക്കാലോ? വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചേ, നമ്മൾ SCERT പഠിക്കുന്ന പോലെയല്ല. NCERT ഓരോ ലൈനും എന്താണ് പഠിക്കാനുള്ള കാര്യമാണ്. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കോളനിവൽക്കരണത്തിന്റെ വളർച്ച, കോളനൈസേഷൻ ഇൻ പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. നോക്കാലോ, 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടോടെ കേരളത്തിലെ 3 വിഭാഗങ്ങൾ: മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. ഇതാണ് കേരളത്തിലുണ്ടായിരുന്ന 3 ഭൂവിഭാഗങ്ങൾ. ഇനി ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നിയന്ത്രണത്തിന് കീഴിലായി കേരളം പ്രധാനമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായത് എങ്ങനെയെന്ന് ചുവടെ തന്നിട്ടുള്ള പട്ടിക നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഈ പട്ടിക പ്രകാരം നമ്മൾ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഏതൊക്കെ ഉടമ്പടികളാണ്, ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് വ്യക്തമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഈ ഒരു ടേബിൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പഠിക്കാലോ? സോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആദ്യം മലബാറിനെ കുറിച്ച് ഞാൻ പറയാം. ഇവിടെ നോക്കിയേ, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. മോസ്റ്റ് റിപ്പീറ്റഡ് വർഷം ഒരു ഉടമ്പടിയാണിത്, ശ്രീരംഗപട്ടണം ഉടമ്പടി. ആരൊക്കെ തമ്മിലായിരുന്നു? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലാണ് കേട്ടോ. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ വെച്ചതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഇവിടെ നോക്കിയേ, ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടിയോടെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. അടുത്തത് 1800 ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴിലാവുന്നത് 1800 കൂടിയാണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു ടിപ്പു സുൽത്താന്റെ കയ്യിൽ നിന്ന്. എന്നാൽ 1800 കൂടിയിട്ടാണ് മദ്രാസിന്റെ കീഴിലായിട്ട് മലബാർ മാറുന്നത്. ഓക്കെ, ശേഷം കൊച്ചിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 1791 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടിയിൽ കൊച്ചി ഇംഗ്ലീഷുകാരുടെ സമാന്തര രാജ്യമായി എന്നാ പറയുന്നത്. അതായത് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, സാമന്ത രാജ്യം എന്നാ പറയുന്നത്. എന്താ സാമന്ത രാജ്യം എന്ന് പറഞ്ഞാൽ? അതായത് ഇവരുമായിട്ടുള്ള ഒരു അണി ചേർന്നിട്ടുള്ള ഒരു രാജ്യമായി മാറുകയാണ്. 1791 കേട്ടോ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി പ്രകാരം കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായിട്ട് മാറി. 1800 കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കീഴിലാവുന്നത്. അപ്പൊ 1800 മലബാറും കൊച്ചിയും എന്ത് ചെയ്യുന്നത്? മദ്രാസ് സർക്കാരിന്റെ കീഴിൽ ആവുന്നത്, അല്ലെങ്കിൽ നിയന്ത്രണത്തിലാവുന്നത്. ശേഷം തിരുവിതാംകൂറാണ്. 1795 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. അതായത് ബ്രിട്ടീഷ് മേൽക്കോയ്മ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ കീഴിലായിരിക്കും കാര്യങ്ങൾ എന്ന് എന്ത് ചെയ്യുവാണ്? ഈ തിരുവിതാംകൂർ അംഗീകരിക്കുകയാണ്. ഇവിടെ 1805 ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായിട്ട് മാറുകയാണ് ഉണ്ടാവുന്നത് കേട്ടോ. 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായിട്ട് മാറി. ഓക്കെ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേബിൾ ആണ്. പഠിച്ചു വെച്ചേക്കണം മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറച്ച് സ്പീഡിൽ പോകുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈച്ച് ആൻഡ് എവരി സെന്റൻസ് എന്താണ് പഠിക്കാനുള്ളതാണ്. സോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 12ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് കേട്ടോ. സോ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഈ ചാപ്റ്ററിനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ ചോദിക്കുക. അതുമല്ല, ഡൗട്ട് തീർന്നില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് അടിച്ച് കേട്ട് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതൊന്നുകൂടെ റിവൈസ് ചെയ്ത് വെക്കാനും മറക്കരുത്. സെൽഫ് റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാലോ, അടുത്തത് ഒരു കൊളോണിയൽ സമ്പദ്ഘടനയുടെ വികാസം എന്ന അടുത്ത ഹെഡിങ്ങിന്റെ പേര്. ഒരു കൊളോണിയൽ സമ്പദ്ഘടനയുടെ വികാസം. ഇവിടെ എന്താ പറയുന്നത്? കേരളത്തിലെ 3 വിഭാഗങ്ങളിലെയും കീഴടക്കിയ ശേഷം ബ്രിട്ടീഷുകാർ അവിടങ്ങളിലെ സമ്പദ്ഘടനയിലും നിയമവ്യവസ്ഥയിലും ഇടപെടാൻ തുടങ്ങി. ജനങ്ങളുടെ മേൽ ഉയർന്ന നികുതി അടിച്ചേൽപ്പിക്കലും 3 പ്രദേശങ്ങളിലും കൊളോണിയൽ ഭരണാധികാരികളുടെ വർദ്ധിച്ചു വന്ന ഇടപെടലുകളും കൊളോണിയൽ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളായിരുന്നു. മലബാറിന്റെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി മാറ്റങ്ങൾ വരുത്തിയത്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാട്ടോ. മലബാറിന്റെ നികുതി സമ്പ്രദായത്തിലാണ് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നത്.
ഭൂമിയുടെ പരമ്പരാഗത കൈവശരായിരുന്ന നമ്പൂതിരിമാർ ഭൂമിയുടെ പൂർണ്ണ ഉടമകളായി അംഗീകരിക്കപ്പെട്ടു. അതായത് ഈ ഭൂമി കൈവശം വെച്ചിരുന്ന ആരായിരുന്നു? നമ്പൂതിരിമാരായിരുന്നു. ഇവരെ പൂർണ്ണ ഉടമകളായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിൽ കണക്കാർ എന്ന ഒരു പുതിയ മധ്യവർഗത്തിനെ കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഒന്നൊന്ന് പഠിച്ചു വെച്ചേക്കാട്ടോ. ഭൂപ്രഭുക്കന്മാരും കുടിയാന്മാർക്കും ഇടയിലെ കാണക്കാർ എന്ന് പറയുന്ന ഒരു പുതിയ മധ്യവർത്തി കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. കാണക്കാർ എന്നാണ് പറയുന്നത് ആ മധ്യവർത്തി കുടിയാൻ വർഗത്തെ. ഭൂപ്രഭുക്കന്മാരും കാണക്കാരും ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷ് സഹായത്തോടെ കുടിയാന്മാരെ ചൂഷണം ചെയ്തു. അപ്പൊ ഇവിടെയുള്ള ഈ ഭൂപ്രഭുക്കന്മാരും ഈ കാണക്കാരും ചേർന്നിട്ട് എന്ത് ചെയ്യുവാണ്? കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയാണ്. അപ്പൊ ഇത് ചോദിക്കാട്ടോ, ഇത് എടുത്ത് പറയുന്നുണ്ട്. സോ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അതിനുശേഷമുള്ള പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മലബാറിൽ നികുതി പിരിച്ചെടുക്കുന്നതിന് വളരെ വിശാലമായ ഒരു ഭരണവ്യവസ്ഥ നടപ്പിലാക്കി. ക്രമേണ നികുതി പിരിക്കുവാനായി പ്രാദേശിക മുഖ്യന്മാരുടെ സ്ഥാനത്ത് കൊളോണിയൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയുണ്ടായത്. പിന്നെ മലബാറിൽ നിന്ന് വ്യത്യസ്തമായി നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറിനും കൊച്ചിക്കും ഒരിളവ് വരെ സ്വയം ഭരണാധികാരം ഉണ്ടായിരുന്നു. അതായത് മലബാറിലാണ് ഇതെല്ലാം ആദ്യം ആരംഭിച്ചതെന്ന് പറഞ്ഞല്ലോ. എന്നാൽ തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായിരുന്നുകൊണ്ട് തന്നെ ഒരളവ് വരെ അവരെന്തായിരുന്നു? സ്വയം ഭരണാധികാരം അവർക്കുണ്ടായിരുന്നു. മലബാറിൽ നിന്ന് വിഭിന്നമായിട്ട് കേട്ടോ. മലബാറിലാണ് ഈ പറയുന്ന കൊളോണിയൽ വ്യവസ്ഥ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇനി യൂറോപ്യന്മാർ മുൻകൈയെടുത്ത് തോട്ടകൃഷിയും മൂലധന നിക്ഷേപവും കേരളത്തിൽ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ, ഏലം എന്നിവയായിരുന്നു പ്രധാന തോട്ടവിളകൾ. ചോദിക്കാം ഏതൊക്കെയാണ് പ്രധാന തോട്ടവിളകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. തേയില, കാപ്പി, റബ്ബർ, ഏലം എന്നിവയായിരുന്നു പ്രധാന തോട്ടവിളകൾ. മലബാറിനെ അപേക്ഷിച്ച് തിരുവിതാംകൂറിൽ തോട്ട വ്യവസായങ്ങൾ കൂടുതലായി വികസിച്ചു. തോട്ടങ്ങളുടെ ഇത്തരത്തിലുള്ള വളർച്ചാ നിരക്ക് കാരണമായത് തിരുവിതാംകൂറിൽ മുൻനിര തോട്ടവിളകൾക്ക് അനുയോജ്യമായ മുൻനിരപ്പിൽ നിന്നും ഉയർന്ന ഗുണമേറിയ മണ്ണുള്ളതുമായ കൂടുതൽ ഭൂമി കൃഷിക്കായി ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തായിരുന്നു പ്രത്യേകത? മുൻനിര തോട്ടവിളകൾക്ക് അനുയോജ്യമായ ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നതും ഗുണമേറിയതുമായ മണ്ണുള്ളത് കൂടുതൽ ഭൂമി ലഭ്യമായിരുന്നു എന്നത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. തൽഫലമായി മലബാറിലെ നികുതി പിരിവിൽ സ്തംഭനമുണ്ടായി. എന്നാൽ തിരുവിതാംകൂറിൽ കൃഷിയും നികുതി പിരിവും ഊർജിതമായി നടന്നു. ഈ മലബാറിൽ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന നികുതി പിരിവിൽ സ്തംഭനം ഉണ്ടാകുകയാണ്. എന്നാൽ തിരുവിതാംകൂറിൽ എന്ത് സംഭവിക്കുകയാണ്? കൃഷിയും നികുതി പിരിവും ഊർജിതമായി കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി രാഷ്ട്ര നിയന്ത്രണം ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും വാണിജ്യത്തിൽ സ്വേച്ഛാധികാരം നൽകി. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധ കൊളോണിയൽ മൂല്യത്തിന് നിയന്ത്രിക്കപ്പെട്ട സ്വതന്ത്ര വ്യാപാരം കേരളത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ടു. തദ്ദേശീയ വ്യാപാരികൾക്ക് അപ്രധാന പങ്ക് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ വായിക്കുന്ന സമയത്ത് ഇതൊക്കെ എവിടെയാണ് വരിക? ഇത്രയൊക്കെ പഠിക്കണം തീർച്ചയായും. ഇതിൽ നിന്ന് ഓരോ സെന്റൻസിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വർഷങ്ങളും ഒരുപാട് പോയിന്റുകളും ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചേ. നിരവധി വാണിജ്യ നിയമങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയിലൂടെയാണ് വ്യാപാര രംഗത്തെ പരിവർത്തനങ്ങൾ എളുപ്പമാക്കിയത്. കേരളത്തിലെ തോട്ടങ്ങളുടെ വികാസം തദ്ദേശീയരല്ലാത്ത നിക്ഷേപകരെയാണ് പ്രോത്സാഹിപ്പിച്ചതെങ്കിലും തദ്ദേശീയരായ വ്യവസായ സംരംഭകർക്കും ഈ മേഖലയിൽ കാലുറപ്പിക്കാൻ കഴിഞ്ഞു. ഇനി ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. 1930കളിലും 1940കളിലും തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുണ്ടായ കർഷക കുടിയേറ്റം മലബാറിലെ വാണിജ്യ കൃഷിയുടെ വികാസത്തിന് കൂടുതൽ സഹായകമായി. അപ്പൊ ആ കുടിയേറ്റം ഉണ്ടായ കാലഘട്ടം ഒന്ന് പഠിച്ചു വെച്ചേക്കാട്ടോ. 1930കളിലും 1940കളിലുമാണ് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കർഷക കുടിയേറ്റം. മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനം ധനപരമായ വാണിജ്യപരമായ പ്രവർത്തനങ്ങളും വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയ്ക്കും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. ഇനി ഇത് വായിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് വരാം. കുരുമുളക്. ഇവിടെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. കുരുമുളകിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിക്കുന്നേ ഉള്ളൂടാ. കേരളത്തിന്റെ ഒരു തദ്ദേശീയ സുഗന്ധവ്യഞ്ജന കുരുമുളകാണ്. എന്താ പറയുന്നത്? കേരളത്തിന്റെ ഒരു തദ്ദേശീയ സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. സംഘകാലം മുതൽ കൃഷി ചെയ്തിരുന്ന സംഘകൃതികൾ തെളിവ് വരുന്നുണ്ട്. ആദിമകാലത്തെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതികളിൽ ഏറ്റവും മൂല്യമേറിയത് കുരുമുളകിൻ്റെതായിരുന്നു. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായി കേരളത്തിൽ ആദ്യം എത്തിയത് അറബികളും ഫിനീഷുകാരുമാണെന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്പിൽ സാമ്പത്തികമായും ധനാഢ്യതയുള്ള പ്രതീകമായിട്ടാണ് കുരുമുളകിനെ പരിഗണിച്ചിരുന്നത്. ഇത് യവനപ്രിയ ആ പേരൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാട്ടോ. യവനപ്രിയ ഗ്രീക്കുകാരും റോമക്കാരുമായ വ്യാപാരികൾക്ക് പ്രിയപ്പെട്ടത് എന്നറിയപ്പെട്ടിരുന്നു. അപ്പൊ യവനപ്രിയ എന്ന് ആ കാലത്ത് അറിയപ്പെട്ടത് എന്താണെന്ന് ചോദിക്കാം. അത് കുരുമുളകാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. യവനപ്രിയ കുരുമുളകാണ്. ഇനി എന്താ പഠിക്കേണ്ടത്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. കേരളത്തിൽ ആദ്യം എത്തിയത് അറബികളാണ്. അത് നമ്മൾ മുമ്പ് പഠിച്ചാണല്ലേ. PYQ ആണത്. കേരളത്തിൽ ആദ്യം എത്തിയത് അറബികളും ഫിനീഷ്യസുകാരുമാണെന്നാണ് പറയപ്പെടുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. അതുകൂടെ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ.
ഇനി ഇവിടെ നോക്കിയാൽ മക്കളെ, എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ എടുക്കുന്ന VFA ക്ലാസ്സിന്റെ. ഓൾറെഡി നമ്മൾ എടുക്കുന്ന VFA 10th പ്രിലിംസ് രണ്ടാം ഘട്ടമുള്ളവരും ശ്രദ്ധിക്കുക കേട്ടോ. 10th പ്രിലിംസിന്റെ ഓൾറെഡി നമ്മൾ എടുത്ത ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, 10th പ്രിലിംസ് എന്ന് പറയുന്ന ഈ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് VFA LDC ക്ലാസ്സുകളാണ്. രണ്ടാം ഘട്ടമുള്ളവർ വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ അവസാന സമയത്ത് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. നോക്കിയേ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം VFA LDCക്ക് വേണ്ടിയിട്ടുള്ള പ്ലേലിസ്റ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ക്ലാസ്സും ഇത് മുമ്പ് എടുത്ത എല്ലാ ക്ലാസ്സുകളും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ക്ലാസിന്റെ സമയമാണ് മറ്റ് ഡൗട്ട്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. നമ്മുടെ ക്ലാസിന്റെ സമയം എന്ന് പറയുന്നത് നിലവിൽ 8:17 ആണ്. 8:17 രാവിലെ എല്ലാ ദിവസവും 8:17 റെഗുലർ ആയിട്ട് നമുക്ക് ക്ലാസ്സുകളുണ്ട്. സോ ആ സമയത്ത് തന്നെ നിങ്ങൾ എത്തുക, കൃത്യസമയത്ത് ക്ലാസ്സുകൾ കാണാം. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും കൃത്യമായി ഒരേ സമയത്താണ് തരുന്നത് കേട്ടോ. സോ കൺഫ്യൂഷൻ വേണ്ട, രാവിലെ 8:17. ഓക്കെ ആണല്ലോ. യുണീക്കായ സമയമാണ്. ഈ സമയം തന്നെ ഓർത്ത് വെച്ചേക്കുക, കൃത്യമായിട്ട് ക്ലാസ്സിന് വരിക. ഇനി നിങ്ങൾ VFA LDC കോഴ്സ് എൻ്റെ കൂടെ പഠിക്കാൻ തീരുമാനിച്ചെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ 7 വീഡിയോ കാണുന്നുവെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ കയറി നോക്കുമ്പോൾ അത് 10-12 വീഡിയോസ് ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഡെയിലി വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് VFA ആൻഡ് LDC എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡിയാണ്, എല്ലാവർക്കും കൂടെ ചേർന്ന് പഠിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം ഞാൻ ഈ പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഓക്കെ ആണല്ലോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ഇപ്പോൾ അടുത്ത് നമ്മൾ സമയം മാറ്റി ഒരു ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ പോസ്റ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്ന് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരും, കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും എപ്പോഴാണ് ക്ലാസ് എന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കാണാം, പെൻഡിങ് വെക്കാതിരിക്കുക. ഓക്കെ ആണല്ലോ. സോ വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാതെ ആരെങ്കിലും കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ഒന്ന് ചെയ്ത് വെച്ചേക്കാട്ടോ. ബാക്കി പഠിക്കാലോ, ശ്രദ്ധിച്ചേ. ഇനി ഭൂമി ഈടായി സ്വീകരിച്ചുകൊണ്ട് ഈ ബാങ്കുകൾ വായ്പകൾ നൽകി. ഈ വായ്പ കൊണ്ട് കൂടുതൽ ഭൂമി വാങ്ങുകയും വരുമാനം കൂടുതൽ ലഭിക്കുന്ന വിളകൾ കൃഷി ചെയ്യുകയും കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരവും സംസ്കാരവും വ്യാപിപ്പിക്കുകയും ചെയ്തു. യൂറോപ്യ ബന്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞു. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാട്ടോ. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, യൂറോപ്യൻ ബന്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. ആഭ്യന്തര ഉൽപാദനം കുറയുകയാണ് ഉണ്ടായത്. അതിന്റെ സ്ഥാനത്ത് ധാരാളം കാർഷിക സംസ്കരണ വ്യവസായങ്ങൾ വികാസം പ്രാപിച്ചു. ഇത് രണ്ടാമത്തെ പോയിന്റ്. അതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുവാണ്, ധാരാളം കാർഷിക സംസ്കരണ വ്യവസായങ്ങൾ വികാസം പ്രാപിക്കുകയാണ് ഉണ്ടാകുന്നത്. വാണിജ്യ കൃഷിയുടെ വികസനവും അതിന്റെ പൂർണ്ണവുമായ ഭാഗികവുമായി സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള വർദ്ധിച്ച ആവശ്യകതയുമാണ് ഇത് സാധ്യമാക്കിയത്. കയറടക്കമുള്ള എല്ലാ കാർഷിക സംസ്കരണ വ്യവസായങ്ങളും കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ളതും പ്രധാന വ്യവസായ സ്ഥാപനങ്ങളെല്ലാം യൂറോപ്യൻ ഉടമസ്ഥതയിൽ തുടരുന്നതുമായിരുന്നു. ഈ വ്യവസായങ്ങളുടെ വികാസം കൃഷിയുടെ വികസനത്തിനും വാണിജ്യവൽക്കരണത്തിനും വഴിതെളിയിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. സോ നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദ്യമായിട്ട് ചോദിക്കുക. നമ്മൾ മുമ്പ് സോഴ്സ് വെച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഒരൊറ്റ സെന്റൻസ് മാത്രമായിരിക്കും, പക്ഷെ ഡയറക്റ്റ് ചോദിക്കും. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ചാപ്റ്റർ മൊത്തം പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിന് മുമ്പ് നമ്മളെടുത്ത NCERT ക്ലാസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ NCERT പാഠപുസ്തകത്തിൽ നമ്മൾ എടുത്ത ടോപ്പിക്കുകൾ രാജ്യസഭയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. NCERT എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പറയാം ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ വേണോ അതോ അങ്ങനെ ടോപ്പിക് വൈസുള്ള ക്ലാസ്സുകൾ മതിയോ, രണ്ടും എന്ത് ചെയ്യും നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ. സോ കൂടുതൽ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ 2 രീതിയിലേക്ക് വരിക. ഇനി ഇവിടെ നോക്കിക്കേ, 1930കളിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും വ്യാവസായിക വികസനത്തിന്റെ ഭരണകൂടത്തിന്റെ പങ്ക് വളരെ പരിമിതമായിരുന്നു. 3 പ്രദേശങ്ങളിലും വ്യാവസായിക വികസനത്തിനുള്ള ഒരു സ്ഥായിയായ ഒരു നയവും ഉണ്ടായിരുന്നില്ല. ഏകദേശം 1930കളുടെ മധ്യം മുതൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഭരണകൂടത്തിന്റെ പങ്കിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. ക്രമേണ എല്ലാ പ്രദേശങ്ങളും പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായവും പ്രോത്സാഹനവും ഭരണകൂടം സ്വകാര്യ സംരംഭകർക്ക് നൽകാൻ തുടങ്ങി. സ്വകാര്യ സംരംഭകർ വേണ്ടത്ര കടന്നുവരാത്ത മേഖലകളിലും ഭരണകൂടം നേരിട്ട് നിക്ഷേപം നടത്തുകയും കൂടാതെ ഭരണകൂടം വ്യത്യസ്തങ്ങളായ തൊഴിൽ നിയമങ്ങളുടെ ചട്ടക്കൂട് തയ്യാറാക്കുന്നതിനോടൊപ്പം കമ്പോള സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. കമ്പോള സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. കൃഷി, വ്യാപാരം, വാണിജ്യം എന്നിവയുടെ വികാസം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ബാങ്കിംഗ് തുടങ്ങിയവയുടെ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ വികസനവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. കൊച്ചി തുറമുഖത്തിന്റെ വികസനത്തിനായി പദ്ധതി രൂപീകരിച്ചതും റോഡുകളും കനാൽ ശൃംഖലകളും നിർമ്മാണവും വ്യാപാരത്തിന്റെ വികസനത്തിനായി സ്വീകരിച്ച മറ്റു നടപടികളായിരുന്നു. അത് ചോദിക്കാട്ടോ. ഏത് തുറമുഖമാണ് വികസനത്തിന്റെ പദ്ധതി രൂപീകരിച്ചതെന്ന് ചോദിക്കാം. കൊച്ചി തുറമുഖമാണ്. വളർച്ചാക്രമത്തിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗതാഗതം, ബാങ്കിംഗ് മേഖലകളിൽ കേരളം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ആ കാലഘട്ടത്തിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗതാഗതവും ബാങ്കിങ്ങും മേഖലകളിൽ എന്ത് ചെയ്തു, കേരളം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു.
തങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ കേരളത്തിൽ റെയിൽ ഗതാഗതം നടപ്പിലാക്കി. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാട്ടോ. അവരുടെ വ്യാപാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ കേരളത്തിൽ റെയിൽ ഗതാഗതം നടപ്പിലാക്കി. ഇതാണ് മോസ്റ്റ് റിപ്പീറ്റഡ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു സെന്റൻസ്, നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തം വായിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ കിടക്കുന്ന ഒരു ചെറിയ സെന്റൻസ് ഇതാണ് ഒരുപാട് കാലമായിട്ട് PSC ചോദിക്കുന്ന ഒരു പോയിന്റ്. പക്ഷെ അത് NCERT സോഴ്സ് ആണെന്ന് ഇത്ര പേർക്ക് അറിയാം. എല്ലാവരും PYQ എന്ന് പറഞ്ഞു വെച്ചേക്കുക. ഇതൊന്ന് പഠിച്ചു വെച്ചേ. ബേപ്പൂര് മുതൽ തിരൂര് വരെ, ആദ്യം തന്നെ അത് പഠിക്കാം. ബേപ്പൂര് മുതൽ തിരൂര് വരെയുള്ള ആദ്യത്തെ റെയിൽവേ ലൈന് 1861 മാർച്ച് 12 മദ്രാസ് റെയിൽ കമ്പനി പ്രാവർത്തികമാക്കി. ഈ ഒരൊറ്റ ലൈൻ കണ്ടോ, ഈ ഒരു ലൈനിലുണ്ട് 3 ചോദ്യങ്ങൾ. എന്താ ചോദ്യം? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ എവിടെ മുതൽ എവിടം വരെയാണ്? ബേപ്പൂര് മുതൽ തിരൂര് വരെ. എപ്പോഴാണ് ഇത് ആരംഭിച്ചത്? 1861 മാർച്ച് 12. ഏത് കമ്പനിയാണ് പ്രാവർത്തികമാക്കിയത്? മദ്രാസ് റെയിൽവേ കമ്പനി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ PYQ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനാണ് നമ്മൾ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നത്. അവിടെ ഒരു ലൈനിലായിരിക്കും നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഇപ്പം ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഇത് ബോറാണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോയവർക്ക് എന്ത് നഷ്ടപ്പെട്ടു? ഈ പറയുന്ന പോയിന്റുകൾ. ഈ ചാപ്റ്റർ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERTയുടെ പ്രത്യേകതയാണ്, നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബോറടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പറയുക. പക്ഷെ അവസാനത്തേക്ക് എത്തുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, ഓരോ പാരഗ്രാഫ് കഴിയും തോറും ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരുന്ന ഒരു രീതിക്കാണ് NCERT ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. സോ നിങ്ങളത് മനസ്സിലാക്കുക, ക്ഷമ കാണിക്കുക, വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. 20-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും പ്രവിശ്യാതല തലസ്ഥാനമായ മദ്രാസിനോട് ബന്ധിപ്പിക്കപ്പെട്ടു. അപ്പം എന്താ പറയുന്നത്? 20-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും പ്രവിശ്യാതല തലസ്ഥാനമായ മദ്രാസിനോട് ബന്ധിപ്പിക്കപ്പെട്ടു. ഈ റെയിൽവേ ബന്ധം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതോടൊപ്പം ഉൽപ്പന്നങ്ങളുടെയും സൈന്യത്തിന്റെയും സഞ്ചാരം സുഗമമാക്കി. എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ റോഡുകളുടെ നിർമ്മാണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും നടത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഒരു കാര്യം, ഇതിൽ ഈ ഒരു ലൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞ സമയത്ത് മാർക്ക് ചെയ്ത് വെച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ചേർത്ത് വെച്ച് തന്നെ പറയുക. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയേ, ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ NCERT എവിടെ എത്തില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ്ങിന്റെ താഴെ പറയുന്നത് എന്താണ്? പരിഷ്കരണങ്ങളിലൂടെയുള്ള ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ ത്രൂ റീഫോംസ് എന്നാ പറയുന്നത്. മോഡേണൈസേഷൻ ത്രൂ റീഫോംസ്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ കേരളത്തിലെ 3 ഭൂവിഭാഗങ്ങളും ഭരണപരമായ സ്ഥിരത കൈവരിച്ചു. ആധുനിക കേരളത്തിന്റെ അടിത്തറയ്ക്ക് സഹായകമായ പാശ്ചാത്യ ഘടകങ്ങളുടെ പൂർണ്ണ സ്വാധീനവും ഈ കാലഘട്ടത്തിൽ കേരളം അനുഭവിച്ചറിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും ഭരണാധികാരികളുടെ സംരക്ഷണത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും നടപ്പിലാക്കപ്പെട്ടു. അപ്പൊ എവിടെയാണ് പറയുന്നത്? ഈ പറയുന്ന പാശ്ചാത്യ ഘടകങ്ങളുടെ പൂർണ്ണ സ്വാധീനവും ഏത് കാലഘട്ടത്തിൽ അറിയപ്പെട്ടു കേരളം? ഈ പറയുന്ന പാശ്ചാത്യ ഘടകങ്ങളുടെ കാലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അറിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെയും കൊച്ചിയിലും തിരുവിതാംകൂറിലെയും ഭരണാധികാരികളുടെ സംരക്ഷണയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും നടപ്പിലാക്കപ്പെട്ട കാലഘട്ടവും ഇതുതന്നെയായിരുന്നു. എന്നിരുന്നാലും ഒട്ടുമിക്ക പരിഷ്കാരങ്ങളും ബ്രിട്ടീഷ് അധികാരത്തിന്റെ അടിത്തറ ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടതായിരുന്നു. അതായത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതല്ല, എന്നാലും എനിക്ക് പെട്ടെന്ന് ഉദാഹരണം ഓർമ്മ വരുന്നത് നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥ. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, സൈനിക സഹായ വ്യവസ്ഥ എന്തായിരുന്നത്? നാട്ടുരാജ്യങ്ങൾക്ക് ആവശ്യഘട്ടത്തിൽ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് സൈന്യം വരും. പക്ഷേ എപ്പോഴും എന്ത് ചെയ്യണം? ആ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാരുടെ ഒരു സൈന്യം നിലനിർത്തണം. അതിനുള്ള ചെലവും ആരും വഹിക്കണം? ഈ പറയുന്ന നാട്ടുരാജാവ് വഹിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അല്ലെ. അപ്പോൾ അത് ആർക്കാണ് ലാഭം? അവരുടെ ചെലവ് കുറയുവാണ്. ഇവർക്കൊന്നും യുദ്ധം അങ്ങനെ വലിയ യുദ്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. സോ അത് അവർക്ക് ഗുണമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു, അത് ഇന്ത്യൻ ഹിസ്റ്ററിയിലല്ലേ വരുന്നതെന്നൊന്നും ചോദിക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അവരുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ റെയിൽ നമുക്ക് എടുക്കാം. അവരുടെ വ്യവസായം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, തങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ കേരളത്തിൽ റെയിൽ ഗതാഗതം നടപ്പിലാക്കി. നമ്മൾ പഠിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാരാണ് കേരളത്തിൽ റെയിൽവേ കൊണ്ടുവന്നത്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. പക്ഷേ അവരുടെ വ്യാപാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി എങ്കിലും അവ കേരളത്തിൽ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും കാഴ്ചപ്പാടിലും മാറ്റം വരുത്തി. കേരളത്തിലെ 3 പ്രദേശങ്ങളിലും നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ വായിക്കാം. ഓക്കെ, എല്ലാം ഒരുമിച്ചല്ല, നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യം നമുക്ക് തിരുവിതാംകൂർ നോക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ തിരുവിതാംകൂർ. ഞാൻ ഓരോരോ പോയിന്റ് വായിക്കാം, അതിനുശേഷം ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ. ഓരോ ഭൂവുടമയ്ക്കും പട്ടയം നൽകുന്നതിലും അതിൻ്റെ കുടിയാന്റെ കൈവശമുള്ള ഭൂമി, കുടിയായ്മയുടെ സ്വഭാവം, അടയ്ക്കേണ്ട നികുതി തുടങ്ങിയവ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓരോ ഭൂവുടമയ്ക്കും പട്ടയം നൽകി, അതിനുശേഷം കുടിയാന്റെ കൈവശമുള്ള ഭൂമി, കുടിയായ്മയുടെ സ്വഭാവം, ഏത് തരത്തിലുള്ള കുടിയായ്മയാണ്,
അതേപോലെ തന്നെ അടയ്ക്കേണ്ട നികുതി അവർ എത്ര രൂപ അടയ്ക്കണം എന്നിവ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്, തിരുവിതാംകൂറിൽ നടന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയി PSC മുൻവർഷത്തിൽ ചോദിച്ച ഇപ്പൊ അടുത്തുകൂടെ ചോദിച്ച ഒരു ചോദ്യമാണിത്. 1812 അടിമത്തം നിരോധിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എവിടെയാണ് 1812 അടിമത്തം നിരോധിക്കുന്നത്? തിരുവിതാംകൂറിലാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് കേട്ടോ, പഠിപ്പിച്ചാണ്. 1812 അടിമത്തം നിരോധിച്ചു. ഇനി മൂന്നാമത്തെ പോയിന്റിൽ എന്ത് പറഞ്ഞു? 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചു കൊണ്ട് നീതിരായ രംഗത്തെ പരിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തില് 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചത് ആരാണ്? ഈ പറയുന്ന ബ്രിട്ടീഷുകാരാണ്, തിരുവിതാംകൂറാണ് കേട്ടോ. ഇനി 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത വർഷം ഇവിടെ പറയുന്നുണ്ട്. വർഷം തരുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 1811 ദേവസ്വങ്ങളുടെ ഭരണം ആരേറ്റെടുക്കുന്നത്? സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുന്നത്. നാണയങ്ങൾ, വാർത്താവിനിമയം, കൃഷി, വാണിജ്യം എന്നീ രംഗങ്ങളിൽ പുരോഗതി ഉണ്ടായി. നാണയങ്ങള്, വാർത്താവിനിമയം, കൃഷി, വാണിജ്യം എന്നീ രംഗങ്ങളിൽ എന്ത് ചെയ്തു? പുരോഗതി ഉണ്ടായി. ഇനി അടുത്തത് തലവരിക്കരം, ഊഴിയം, മറ്റ് ഫ്യൂഡൽ നികുതികൾ എന്നിവ നിരോധിച്ചു എന്നാണ് പറയുന്നത്. തലവരിക്കരം അത് ആ സ്ഥലത്ത് നടന്നിരുന്ന ഒരു നികുതിയാണ് കേട്ടോ. തലവരിക്കരം എന്ന് പറയുന്നത് അതെന്താണെന്ന് പഠിക്കാനില്ല, പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. തലവരിക്കരം. ഊഴിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പണമില്ലാതെ നമ്മളെ ജോലി എടുപ്പിക്കില്ലേ, ആ ഒരു രീതിയാണ് ഊഴിയം എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുണ്ട്, ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ അത് പഠിക്കും. മറ്റ് ഫ്യൂഡൽ നികുതികൾ എന്നിവ നിരോധിച്ചു. ഇനി 1888 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് കേട്ടോ. ഓക്കെ, 1888 8 അംഗങ്ങളോട് കൂടിയ, പഠിക്കാൻ എളുപ്പമായില്ലേ? 1888 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ഓക്കെ, എന്താ ഈ വർഷത്തിന്റെ വേറെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ മൈൻഡിൽ വന്നിട്ടുണ്ടാവുമല്ലോ, അതങ്ങനെ മൈൻഡിൽ വെച്ചൊന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാട്ടോ. ഈ വർഷത്തിന്റെ മറ്റൊരു പ്രത്യേകത 1888 ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചതാണ്. കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പഠിക്കും. നിരവധി ഫാക്ടറികൾ, ജലവൈദ്യുത പദ്ധതികള്, പാലങ്ങള്, കനാലുകള്, പോസ്റ്റ് ഓഫീസ് എന്നിവ സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ നിരവധി ഫാക്ടറികള്, ജലവൈദ്യുത പദ്ധതികള്, പാലങ്ങള്, കനാലുകള്, പോസ്റ്റ് ഓഫീസ് എന്നിവ സ്ഥാപിക്കപ്പെട്ടതും ഏത് കാലഘട്ടത്തിലാണ്? ഇതേ കാലഘട്ടത്തില് തിരുവിതാംകൂറിൽ നടന്ന മാറ്റങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ പഠിച്ചത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ശ്രദ്ധിച്ചു വെച്ചേക്കുക കേട്ടോ. അടുത്തത് കൊച്ചിയിലേക്ക് കടക്കുകയാണ്. കൊച്ചിയിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ അതിന് മുമ്പ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇതുവരെയും ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ചാപ്റ്ററോട് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ക്ലാസ് വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ സീരീസ് കൊണ്ടുപോകുള്ളൂ. ഓൾറെഡി നമ്മൾ VFA LDC എടുക്കുന്നുണ്ട്, 10th പ്രിലിംസ് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ SCERT ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, NCERT ക്ലാസ്സുകൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേയാണ് ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാത്തവരെല്ലാവരും ലൈക്ക് അടിച്ച് വെച്ചേക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഞാൻ പറഞ്ഞല്ലോ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. കാരണം നമ്മുടെ ക്ലാസിൻ്റെ സമയം 8:17 ആണ് നിലവിൽ. ഇനി എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മുടെ ഈ ക്ലാസ് കാണുന്ന സമയത്ത് ഇപ്പോഴും 8:17 ആണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരുപാട് കാലം കഴിയുമ്പോൾ സമയത്തിൽ ചിലപ്പോൾ മാറ്റം വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ എവിടെയാണ് അറിയിക്കുന്നത്? നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈകുന്നേരം പോസ്റ്റ് ഇടുന്നുണ്ട് നാളത്തെ ക്ലാസ്സിനെ കുറിച്ച്. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നോർമൽ സമയം എന്ന് പറയുന്നത് 8:17 തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും. അപ്പോൾ ഒരു ക്ലാസ് മിസ്സാവാതെ കറക്റ്റായിട്ട്, ഞാൻ പറഞ്ഞല്ലോ LDC VFA എന്ന് വേണ്ടിയിട്ടുള്ള ആ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പം തന്നെ ലൈറ്റായി എല്ലാവരും നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, അതിലുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടിരിക്കുക. അടുത്ത ദിവസം നാളെ ഇതേപോലെ അടുത്ത ക്ലാസ് വരുന്ന സമയത്ത് കൃത്യം 8:17 തന്നെ ആ ക്ലാസ് മുതൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ പിടിച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഞാൻ സ്റ്റഡി പ്ലാന്, ദിവസങ്ങളെ കണക്ക് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വ്യക്തമായി പഠിക്കാനുള്ള കാര്യങ്ങൾ തരുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറയുന്ന കാര്യങ്ങളിലൂടെ റിവിഷൻ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ശരി, ഇനി കൊച്ചി ശ്രദ്ധിച്ചേ. കീഴ്ക്കോടതികളും ഹുജൂർ കോടതികളും സ്ഥാപിക്കപ്പെട്ടു. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. കൊച്ചിയിലാണ് കീഴ്ക്കോടതികളും ഹുജൂർ കോടതി എന്നാണ് പറയുന്നത്. വായിച്ചത് ഹുജൂർ എന്ന് തന്നെയാണ് കേട്ടോ. ഹാജൂർ കോടതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും. ഇവിടെ പറയുന്നത് ഹുജൂർ കോടതി എന്നാണ്. ഹുജൂർ കോടതിയും സ്ഥാപിക്കപ്പെട്ടു. പ്രധാന ദേവസ്വങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കി. 1845 അടിമത്തം നിർത്തലാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തിരുവിതാംകൂറിൽ പഠിച്ച വർഷം ഏതാണ്? അത് 1812 ആണ്. എന്നാൽ കൊച്ചിയിൽ പഠിക്കുന്ന വർഷം 1845 ആണ് കേട്ടോ. വ്യത്യാസമുണ്ട്. 1845 കൊച്ചിയിലെ അടിമത്തം നിർത്തലാക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ, അതിനെ കണ്ടെഴുത്ത് എന്നാണ് പറയുന്നത്. കണ്ടെഴുത്ത് നടപ്പിലാക്കിയത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ.
ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ, അതിനെ കണ്ടെഴുത്തെന്ന് പറയും. ആ കണ്ടെഴുത്ത് നടപ്പിലാക്കിയത് കൊച്ചിയിലാണ്. റെയിൽവേ പാതകൾ നിർമ്മിച്ചു. പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ സ്ഥാപിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ ആരംഭിക്കുന്നത് കൊച്ചിയിലാണ്. കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി. അപ്പോൾ കൊച്ചി കുടിയായ്മ നിയമവും പാസ്സാക്കപ്പെടുന്നുണ്ട് അവിടെ ഇതേ കാലഘട്ടത്തിൽ. കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി. ഇനി ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് സ്ഥാപിക്കുന്നതും എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കൊച്ചിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് NCERT പറയുന്നുണ്ട്. സോ പഠിച്ചു വെച്ചേക്കുക. അടുത്തത് മലബാർ. ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ജില്ലാ പ്രവിശ്യ കോടതി സ്ഥാപിക്കുന്നത് എവിടെയാണ്? മലബാറിലാണ്. നമ്മൾ നേരത്തെ തിരുവിതാംകൂറിൽ പഠിച്ചത് എന്തായിരുന്നു? അവിടെ പഠിച്ചത് 5 ജില്ലാ കോടതികളും 1 അപ്പീൽ കോടതിയും എന്നാണ് കേട്ടോ. ഇവിടെ പഠിക്കുന്നത് ജില്ലാ പ്രവിശ്യ കോടതികൾ എന്നാണ്. മാറ്റമുണ്ട്, ശ്രദ്ധിക്കണം. റോഡുകളുടെ ഒരു ശൃംഖല നിർമ്മിച്ചു. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? റോഡുകളുടെ ഒരു ശൃംഖല നിർമ്മിച്ചു. അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജനത്തോട്ടം സ്ഥാപിച്ചു. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. എവിടെയാണ് സുഗന്ധവ്യഞ്ജനത്തോട്ടം സ്ഥാപിച്ചതെന്ന് ചോദിക്കാം. അതെവിടെയാണ്? അഞ്ചരക്കണ്ടിയിലാണ്. അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജനത്തോട്ടം സ്ഥാപിക്കുകയുണ്ടായി. നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചു. ഇത് എനിക്ക് തോന്നുന്നു ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂര്, പാലക്കാട് നഗരസഭകൾ സ്ഥാപിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ സ്ഥലത്താണ് നഗരസഭ സ്ഥാപിച്ചതെന്ന് ചോദിക്കാം. 4 സ്ഥലങ്ങളേ ഉള്ളൂ. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂര്, പാലക്കാട്. ഇതൊക്കെയാണ് കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂര്, പാലക്കാട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലായി റെയിൽ ബന്ധം സ്ഥാപിച്ചു. നിലമ്പൂരിലേക്ക് തേക്ക് തോട്ടം സ്ഥാപിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ അല്ലെ തേക്ക് തോട്ടം. നിലമ്പൂരിലെ തേക്ക് തോട്ടം സ്ഥാപിക്കുന്നത് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോഡ് കനോലിയെ കുറിച്ച് നമ്മൾ പഠിച്ചാണ് കേട്ടോ ഓൾറെഡി. തടി കൊണ്ടുപോകുന്നതിനായി കനാലുകൾ നിർമ്മിച്ചു. ഇതിന്റെ പേരാണ് കനോലി കനാൽ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കനോലി പ്ലോട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. റോഡ് കനോലിയാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ സ്ഥാപിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ തടി കൊണ്ടുപോകുന്നതിനായി കനാലുകൾ നിർമ്മിച്ചു. കനോലി കനാലാണ് ഇതിന് ഉദാഹരണം. തടി വ്യവസായം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. മലബാറിലാണ് തടി വ്യവസായം പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ബോക്സിൽ വളരെ വ്യക്തമായിട്ട് ടേബിളിൽ തന്നിട്ടുണ്ട്. അത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കാട്ടോ. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചാപ്റ്റർ പോകുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടതുപോലെ തന്നെ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് 2-3 പോയിന്റ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ 2-3 പോയിന്റ് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത്. അതായത് PSC നിലവിൽ ചോദിച്ച് കണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഇതിനുള്ളിൽ നിന്ന് എവിടെ വേണമെങ്കിലും ചോദിക്കാം. PSCക്ക് എവിടെ വേണമെങ്കിലും ചോദിക്കാം. കാരണം ഒരു പുസ്തകം ഫുള്ള് പരന്ന് കിടക്കുന്നത് പോയിന്റുകളാണ്. അതിൽ നിന്ന് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ. സോ വ്യക്തമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുവാണ്, ഇത് വളരെ വലിയൊരു ചാപ്റ്ററാണ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, നമ്മൾ NCERTയുടെ ഓൾറെഡി ഞാൻ ക്ലാസ് എടുത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ പറയുന്ന പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ക്ലാസ് എടുത്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവിടെ 3 ക്ലാസ്സുകൾ കിടക്കുന്നുണ്ടായിരിക്കും. ഈ 3 ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കണ്ടേക്കുക. കാരണം രാജ്യസഭ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, എന്തൊക്കെയാണ് വോട്ടിംഗ് സിസ്റ്റം, രാജ്യസഭയിൽ എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന NCERT പാഠപുസ്തകം വെച്ചിട്ട് ഇവിടെ ഞാൻ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പ്ലേലിസ്റ്റിലായിരിക്കും ഈ ക്ലാസ്. ഇത് LDC VFA എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും കിട്ടും കേട്ടോ. കാരണം വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. നിങ്ങൾ അത് ചെക്കൗട്ട് ചെയ്ത് വെച്ച് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ SCERT ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സോ SCERT ക്ലാസ്സുകളും എന്ത് ചെയ്യും ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. VFA LDCയുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന SCERT ക്ലാസ്സുകളൊക്കെ ആ പ്ലേലിസ്റ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്ത് ചെയ്യുക, ഇതുകൂടെ ചെക്കൗട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. ക്ലിയർ ആണല്ലോ മക്കളെ. സോ ലൈക്ക് അടിക്കാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചോ കേട്ടോ. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നാണ് നമ്മൾ തുടങ്ങുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള സീരീസ്. ഇതിന് മുമ്പ് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ടോപ്പിക് വൈസ് NCERT സോഴ്സ് ഉപയോഗിച്ചാണ് എടുത്തത്. ഇന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒറിജിനലായി വെച്ചെടുക്കുന്നത്. സോ ഇത് ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. എങ്ങനത്തെ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വെച്ചേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ശരി, ഇനി ശ്രദ്ധിച്ച അടുത്തത്.
ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളടുത്ത് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ വലിയൊരു ചാപ്റ്ററാണ്. കാരണം നമുക്ക് +2 തന്നെ കേരള ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പുസ്തകമേ ഉള്ളൂ. ആ പുസ്തകത്തിൽ തന്നെ 2 ചാപ്റ്ററേ ഉള്ളൂ. നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, ഒരു പുസ്തകം, അതായത് ഒരു NCERT പാഠപുസ്തകത്തിൽ 2 ചാപ്റ്ററാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഒരു പുസ്തകത്തിൽ 2 ചാപ്റ്റർ തരിക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ആ ചാപ്റ്ററുകളുടെ ലെങ്ത് അത്രയും വലിയ ചാപ്റ്ററുകളാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഒരുപാട് ലെങ്ത് ആണ്, ഇത് 2ാമത്തെ ചാപ്റ്ററാണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം, അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. നമുക്ക് ഒരു പാർട്ടിലൊന്നും ഒരുമിച്ച് എടുക്കാൻ കഴിയാത്ത തരത്തിലാണിത്. ഒരു പാർട്ടിൽ ഞാൻ മൊത്തം ക്ലാസ് എടുത്തു, അത് ആരും കണ്ടില്ല. എന്താ സംഭവിക്കുന്നത്? ആ ഒരു പറയുന്ന സമയവും വേസ്റ്റായി, അത്രയും ക്ലാസ് എടുത്തതും വേസ്റ്റായി അല്ലേ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2ാമത്തെ പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ NCERT ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ട് വേണോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ചെയ്യുക. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെയും ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം. നിങ്ങൾ ലൈക്ക് അടിക്കുന്നു, എത്ര പേർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവാനുള്ള ഒരേ ഒരു മാർഗ്ഗമാണ്. ഒരുപാട് പേര് ക്ലാസ് കണ്ടുകൊണ്ട് കാര്യമില്ല, എത്ര പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ലൈക്കിൽ എത്ര പേര് കണ്ടു എന്ന് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ. സോ നിങ്ങൾ ലൈക്ക് അടിച്ച് വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് PSC പഠിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, ഹൈപ്പ് കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈപ്പ് കണ്ടില്ലെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് 2ാമതൊന്ന് എടുക്കുക കേട്ടോ. സോ ആ സമയത്ത് അവിടെ ഹൈപ്പ് ഉണ്ടായിരിക്കും, തീർച്ചയായും ഹൈപ്പ് ഒന്ന് എനേബിൾ ചെയ്യുക. ഒരുപാട് പേര് ഹൈപ്പ് ചെയ്യുന്നില്ല. എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. നിലവിൽ ഇപ്പോഴും 70% പേര് ക്ലാസ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കൊണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇതിൻ്റെ പാർട്ട് 2 വേണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് ഈ ക്ലാസ് നിങ്ങൾ സക്സസ് ആക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ പാർട്ട് 2 വരും കേട്ടോ. ഓക്കെ ആണല്ലോ മക്കളെ. സോ നാളെ ഞാൻ വീണ്ടും പറയുന്നു, നാളെ 8:17 തന്നെ ക്ലാസ് ഉണ്ട്. സോ എല്ലാവരും കൃത്യസമയത്ത് തന്നെ വരിക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. താങ്ക് യു.